ഭാവനയും സജിനും പറഞ്ഞതുപോലെ മുലപ്പാൽ കൊണ്ടാണ് സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെയാവട്ടെ സഹായം. നമുക്ക് സജിൻ്റെയും ഭാവനയുടെയും പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഞങ്ങള് ഇന്നുപോലെ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പം ആ ഒരു വാർത്തയുടെ അടിയിലാണ് നമ്മൾ ഈ പോസ്റ്റിന് കമന്റ് ആയിട്ട് ഇന്നുപോലെ ഇടുന്നത്. എന്തെങ്കിലും സഹായം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗർഭിണികളായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ഈ കുഞ്ഞുങ്ങൾ മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. ഇവർക്കിപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള ഒരു ശേഷി ഇല്ലാത്തവരാണ്. അപ്പൊ നമുക്ക് സഹായിക്കാൻ പറ്റും. എനിക്കും 2 പിള്ളേരുണ്ട്. അപ്പൊ 5 മിനിറ്റ് പാല് കിട്ടിയില്ല എന്റെ കൊച്ചു കിടന്ന് കരയുന്ന ആ വിശന്നിട്ട് കരയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് മറ്റുള്ളൊരു കുട്ടിക്ക് വരുമ്പോഴും ആ ഒരു വേദന എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് വൈഫാണെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കമന്റ് ഇട്ടത്. ഞങ്ങൾ അന്നേരം രാത്രി തന്നെ കമന്റ് ഇടുകയും ചെയ്തു. രാത്രി തന്നെ അവിടുന്ന് വിളിച്ചു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൃശ്ശൂര് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 150 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിച്ച് വീണ്ടും ഇനിയും കൊണ്ടൊരു 100-200 കിലോമീറ്റർ ഓടാനുണ്ട്. ഇന്നലെ രാത്രി തന്നെ വിളിച്ചായിരുന്നു. അന്നേരം വിളിച്ചന്നേരം തന്നെ ഞങ്ങൾ 2 മണിയായപ്പോൾ പുറപ്പെട്ടോ. അതൊക്കെ തന്നെയാ. കൂടാതെ ഞാനും ഒരു അമ്മയാണല്ലോ. അപ്പോ അമ്മയില്ലാതെ വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്റെ കുഞ്ഞാണെങ്കിൽ ഒരു നേരം പാല് കിട്ടിയില്ലെങ്കിൽ കിടന്ന് കരയിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായതാ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആണ് ഇതിലേക്ക് വന്നത്. സ്റ്റാമ്പുകളിലേക്ക് പോകാനാ എങ്ങനെയാണ് നമുക്കിപ്പോ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ചെന്നിട്ട് അവിടെ അവിടെ ഉള്ളവർ പറയുന്ന പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സജിനും ഭാവനയും ആ കുടുംബം ഇപ്പോൾ യാത്രയിലാണ് വയനാട്ടിലേക്ക്. അവർ ഇടുക്കിയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പിഞ്ചു കുഞ്ഞുണ്ട്, 4 മാസമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഒപ്പം 4 വയസ്സുള്ള മറ്റൊരു കുഞ്ഞിനെയുമായി അവർ യാത്ര ചെയ്യുന്നത് ആ ദുരിതാശ്വാസ രംഗത്ത് അവിടെ അവശേഷിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനാണ്. മനുഷ്യത്വം മരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭാവനയും സജിനും. ഒരുപാട് ആശംസകൾ നേരുന്നു ഭാവനയ്ക്കും സജിനും. എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതുപോലുള്ള കരുതലിൻ്റെ കാഴ്ച ഒരുപാട് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ തോതിൽ കൈത്താങ്ങാവുന്നുണ്ട് കേരളം ഒന്നാകെ വയനാടിന്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരുപാട് സാമഗ്രികൾ എത്തിക്കുകയും ചെയ്യുന്നു, സാമ്പത്തിക സഹായവും എത്തിക്കുന്നു. തുടരാം നമുക്ക് വയനാടിന് വേണ്ടി.